I thank God for this night. I thank God for the pastors of the church. I extend my warm greetings in the name of our Lord and Savior Jesus Christ to everyone in the church. Tonight the Holy Spirit bless each one of us. Praise to God. I'm going to go to the prophecy what God has given to me tonight. There are three important things in the New Testament. I'm going to speak about those three important things from New Testament and then go to the Word of God. 2 Corinthians chapter 10 verse 8. നിങ്ങളെ ഇടിച്ചു കളയുവാനല്ല പണിയുവാനത്രേ കർത്താവ് ഞങ്ങൾക്ക് തന്ന അധികാരത്തെക്കുറിച്ച് മതി. അപ്പോൾ പുതിയ നിയമത്തിന്റെ ശുശ്രൂഷയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് ഇടിച്ചു കളയുന്ന ശുശ്രൂഷയല്ല, അത് നമ്മെ പണിയുന്ന ശുശ്രൂഷയാണ്. The New Testament gospel is with regard to building you up, not to destroy you. ഒരു പ്രസംഗം എന്ന് പറയുന്നത്, ഒരു ദൈവവചന ശുശ്രൂഷ എന്ന് പറയുന്നത് മറ്റൊരാളുടെ ഹൃദയം ഇടിച്ച് തകർക്കുന്നതല്ല, അത് ഒരു മനുഷ്യനെ ആത്മാവിൽ പണിതെടുക്കുന്നതാണ്. The word of God is not to destroy you but to uplift you and to help you on to God. പൗലോസ്ലീഹായുടെ അഭിപ്രായത്തിൽ പുതിയ നിയമത്തിന്റെ ശുശ്രൂഷകൾ ഒരു മനുഷ്യനെ ഇടിച്ചു താക്കുന്നതല്ലാത്തതുകൊണ്ടും അത് മറ്റൊരുതിനെ പണിയുന്നതായതുകൊണ്ടും ഇന്ന് രാത്രിയിലും ദൈവം ഒരു പണി ഇവിടെ ചെയ്യാൻ പോകുകയാണ്. As per Paul says that like the word of God is not to destroy but to uplift each and every person. The same word of God is going to uplift each and every one of us sitting out tonight. രണ്ടാമത്തെ പ്രത്യേകത 7-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യം. The second important thing is verse 7. നിങ്ങൾ ദുഃഖിച്ചതിനാലല്ല, മാനസാന്തരത്തിനായി ദുഃഖിച്ചതിനാലത്രേ നിങ്ങൾക്ക് ഞങ്ങളാൽ ഒന്നിലും ഛേദം വരാത്തവണ്ണം നിങ്ങൾക്ക് ഞങ്ങളാൽ ഒന്നിലും ഛേദം വരാതെ. പുതിയ നിയമത്തിന്റെ ശുശ്രൂഷയുടെ രണ്ടാമത്തെ പ്രാധാന്യത നിങ്ങൾക്ക് ഞങ്ങളാൽ ഒന്നിലും ഛേദം വരാതിരിക്കുക. I mean, the second thing in the New Testament it says, Paul says, because of us you should not be disturbed, because of us you should not have any kind of problem. അത് പറയുമ്പോൾ എനിക്ക് ശമൂവേൽ പ്രവാചകന്റെ സെൻഡ് ഓഫ് മീറ്റിംഗ് എനിക്ക് ഓർമ്മ വരുന്നു. As I'm talking about this, I do remember the send off meeting of Samuel. അദ്ദേഹം പറഞ്ഞു, ഞാൻ നിങ്ങളുടെ കയ്യിൽ നിന്ന് അന്യായമായി വല്ലതും വാങ്ങിച്ചിട്ടുണ്ടോ? He asked that like, have I taken anything wrong from you? ഞാൻ എന്തെങ്കിലും നിങ്ങളോട് ഛേദമായിട്ടൊരു വാക്കെങ്കിലും ചെയ്തിട്ടുണ്ടോ? Have I ever spoken something wrong to you? എന്ന് പറഞ്ഞാൽ ആർക്കും തിരിച്ചൊന്നും പറയാൻ കഴിയാത്ത രീതിയിലുള്ള ഒരു പ്രത്യേക ജീവിതം നയിച്ച മനുഷ്യൻ. He has not done anything wrong to anyone, neither he has courage to speak anything wrong to anyone. He had led a very holy life in presence of God. പുതിയ നിയമത്തിൽ ദൈവം ആഗ്രഹിക്കുന്നു നിന്റെ വാക്കും നിന്റെ പ്രവൃത്തിയും നിന്റെ ഇടപാടുകളും മറ്റൊരുത്തിനും ഛേദം വരുന്നതായി തീരരുത്. In New Testament, Lord wants especially that like my word, my deeds and my look and nothing should be affecting anybody. ഒന്ന് ഇടിച്ചു കളയുന്നതല്ല, പണിയുന്നതാണ്. രണ്ട്, മറ്റുള്ളവർക്ക് ഛേദം വരുത്താത്തതാണ് പുതിയ നിയമ ശുശ്രൂഷ. First, the New Testament work is not to destroy somebody but to build, and second one is not to have any kind of problem to anybody or to say something wrong to anyone. മൂന്നാമത്തെ പ്രത്യേകത 7-ാം അധ്യായം 2-ാം വാക്യം. നിങ്ങളുടെ ഉള്ളിൽ ഞങ്ങൾക്ക് ഇടം തരുവിൻ, ഞങ്ങൾ ആരോടും അന്യായം ചെയ്തിട്ടില്ല, ആരെയും കെടുത്തിയിട്ടുമില്ല. ആരെയും ഞങ്ങൾ എന്ത് ചെയ്തിട്ടില്ല? കെടുത്തിയിട്ടില്ല. സർവ്വ സ്വതന്ത്രം പറയുന്നുണ്ട്. The third thing is that like we have not done anything wrong to anyone. ഒരാളെയും കെടുത്താൻ ദൈവം നിനക്ക് അധികാരം തന്നിട്ടില്ല.
God has not given you any authority to wrong somebody or to do something wrong to anyone. നിന്റെ വായിലെ വാക്കുകൾ ഒരാളെ കെടുത്തിയാൽ അതിനുള്ള ശിക്ഷ അധികമാണെന്നറിഞ്ഞാൽ. Please understand that like if you say something wrong about anybody or you say something, God is going to punish you according to that. കെടുത്തുന്നതല്ല, ഒരു കത്തിക്കുന്ന ശുശ്രൂഷയ്ക്ക് വേണ്ടി ഇന്ന് രാത്രി ജനം തയ്യാറാകട്ടെ. It is not to lit you off but to lighten you. Let the word build you up tonight. മനസ്സിലാകുന്നവർക്കായി സ്തോത്രം ചെയ്യുക. I'm thanking God for this understanding. ഞാൻ ഇവിടെ ഇരുന്ന് ദൈവവചനം ചിന്തിക്കുമ്പോൾ എൻ്റെ ഉള്ളിൽ അനവധി ദൈവത്തിന്റെ ആലോചനകൾ പങ്കുവെക്കുകയുണ്ടായി. When I was just meditating the word of God sitting over here, God spoke to me many words in the Bible. വളരെ യാദൃച്ഛികമായി കർത്താവിന്റെ ദാസൻ യോസഫിനെ കുറിച്ച് പറയുന്നത് കേട്ടപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷം തോന്നി. During the meeting, the course of the meeting, the pastor spoke about Joseph, and I was really happy with that word. കാൽച്ചുവട്ടിൽ വാഗ്ദത്തം, ആകാശത്തിൽ വാഗ്ദത്തം. In front of your footstep you have a promise, and in heaven also you have a promise. ആകാശത്തിലെ വാഗ്ദത്തം സൂര്യനും ചന്ദ്രനും 11 നക്ഷത്രങ്ങളും തന്നെ വണങ്ങുന്നു. And the promise is that like in heaven the sun, the star and the moon is going to bend down to you. കാൽച്ചുവട്ടിലെ വാഗ്ദത്തം തന്റെ കറ്റയെ മറ്റു സഹോദരന്മാരുടെ കറ്റകൾ നമസ്കരിക്കുന്നു. And the second thing in front of your foot is that your straw will be bowing down to your brother's straw. എപ്പോഴാണ് യോസഫിന് പോരാട്ടം തുടങ്ങിയെന്ന് ചോദിച്ചാൽ ഞാൻ പറയും, അവന്റെ കറ്റ എഴുന്നേറ്റ് നിവർന്നു നിന്നു എന്ന് പറഞ്ഞ സമയം മുതൽ അവനോടൊരു പോരാട്ടം തുടങ്ങി. And I will say when Joseph had a problem, the moment his straw became strengthened, and that point of time he had some problem in his life. നിന്റെ കറ്റ എഴുന്നേറ്റു നിന്നു അല്ലെങ്കിൽ അത് നിവർന്നു നിന്നു എന്ന് കേൾക്കാൻ ആർക്കും ഇഷ്ടമല്ല. Nobody would like to understand that like you are growing with God or your straw has become stronger day by day. ഇന്ന് രാത്രി ആരോടോ ദൈവാത്മാവ് വിളിച്ചു പറയുന്നു, But tonight Lord is speaking to somebody out here. ഈ സെപ്റ്റംബർ മാസം വരെ നീ കിടക്കുകയായിരുന്നെങ്കിൽ, നിന്നെ ഒതുക്കി വെച്ചിരിക്കുകയായിരുന്നെങ്കിൽ, ഇന്ന് രാത്രി സ്വർഗം നിന്നെ നിവർത്തി എഴുന്നേൽപ്പിക്കാൻ പോകുകയാണ്. Till the month of September, if somebody has raised the Lord tonight, Lord is telling the month of September God is going to make you stand. 17ാമത്തെ വയസ്സിൽ അഥവാ +2 പഠിക്കുന്ന കാലഘട്ടം മുതൽ യോസഫിന്റെ കഷ്ടത തുടങ്ങി. And from the age of 17, Joseph had a lot of problems. ഈ മനുഷ്യൻ ഒരിക്കൽ അപ്പന്റെ നിർബന്ധപ്രകാരം സഹോദരന്മാരുടെ ക്ഷേമം അന്വേഷിക്കാൻ പോവുകയാണ്. As per the father's word, he went to see his brothers. പോകുമ്പം രൂബേനും ശിമയോനും മറ്റ് സഹോദരന്മാർക്ക് ഇഷ്ടമുള്ള മുന്തിരിയടയും അത്തിയുടെ പഴവും ഇങ്ങനെയുള്ള വിശേഷപ്പെട്ട സാധനങ്ങളൊക്കെ ആയി സഹോദരന്മാരെ കാണുമ്പോൾ വളരെ ആവേശത്തോടെ വെക്കേഷൻ ആയിരിക്കും പുള്ളി പോവുക. And according to the father's word, he was taking all the good things like grapes and other things for his brothers. അപ്പോൾ തനിക്ക് തന്നെ അഡ്രസ്സിൽ സഹോദരന്മാർ ഇപ്പോൾ ഷേഖേമിലുണ്ട്. And God told, the father told, your brothers are in Shechem. ഷേഖേമിൽ എത്തിയപ്പോൾ സഹോദരന്മാർ അവിടെ ഇല്ല എന്ന് അവൻ അറിഞ്ഞു. When he reached Shechem, he understood that like his brothers are not there. അവർ ദോദാനിലേക്ക് പോയി എന്ന ഒരു വർത്തമാനം അവൻ കേട്ടു. And he heard a word that like they have gone to Dodan. സഹോദരന്മാർ അവിടെ നിന്ന് ദോദാനിലേക്ക് പോയത് യാദൃച്ഛികമല്ല, അതിന്റെ പിന്നിൽ ഒരു ദൈവ പദ്ധതി ഉണ്ടായിരുന്നു. And brothers have moved to Dodan was not just by that, it was the will of God. കാരണം Because ഷേഖേമിലെ കിണറ്റിലായിരുന്നു യോസഫിനെ സഹോദരന്മാർ ഇട്ടിരുന്നെങ്കിൽ ആയുസ്സിൽ യോസഫ് പുറലോകം കാണത്തില്ലായിരുന്നു. and if his brother would have kept put him down in that deep well in Shechem, he would have never seen the world. ഷേഖേമിലെ കിണറ്റിലായിരുന്നെങ്കിൽ ആയുസ്സിൽ അവൻ രാജകീയ പദവിയിൽ വാഗ്ദത്ത നിവർത്തിയിൽ എത്തില്ലായിരുന്നു. And if he would have been Shechem, he would have not reached to the kingship. എന്നാൽ ദോദാനിലെ കിണറിന്റെ കരയിൽ കൂടെ മിസ്രൈമിലേക്ക് ഒരു രാജപാത കിടക്കുകയാണ്. And from the well of that Dodan, there is a path going to the kingdom of Israel. വചനത്തിൽ വിശ്വസിക്കുന്നവരോട് ഈ രാത്രി ദൈവാത്മാവ് ഒരു ദൂത് കൈമാറുന്നു. Tonight, those who are believing the word of God, God want to say something to you. ശത്രു നിന്നെ എത്ര ആഴമുള്ള കിണറ്റിനകത്ത് തള്ളിയിട്ടാലും ശത്രു അറിയാതെ അതിന്റെ കരയിൽ കൂടെ ഒരു രാജപാത വെട്ടാൻ ദൈവം ശക്തനായിരിക്കയാൽ രാജന്റെ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. Amen. Even if you are put a deep well down, that God will make a way for you in front of that well, so that reaches to the kingdom of God. ദോദാനിലെ കിണറിന്റെ കരയിൽ കൂടെ രാജപാത വെട്ടിയിരിക്കുന്നു. And they have made a way out for the king in front of that well. ആ കിണറ്റിൽ നീ വീണാൽ മാത്രമേ യോസഫേ ആ കിണറിന്റെ കരയിൽ കൂടെയുള്ള
വഴിയിൽ കൂടെ നിനക്ക് വാഗ്ദത്തത്തിലെത്താൻ പറ്റും. And if you fall down onto that well only, that time only you can reach to the promised place where God has ഇന്ന് promised രാത്രി you. പരിശുദ്ധാത്മ പറയുന്നു, ഇപ്പോൾ നീ കിടക്കുന്ന കഷ്ടത, ഇപ്പോൾ നീ അനുഭവിക്കുന്ന പ്രതിസന്ധി യാദൃച്ഛികമോ ആകസ്മികമായി ഉണ്ടായതല്ല, മറിച്ച് നീ അതിനകത്ത് വീണാൽ മാത്രമേ അതിന്റെ കരയിൽ കൂടെ ഒരു വാഗ്ദത്തത്തിൽ നിന്ന് എത്തിക്കാൻ കഴിയൂ, അതിന് കരയിൽ കൂടെ ഒരു ഉയർച്ചയിൽ നിന്ന് എത്തിക്കാൻ കഴിയൂ. മനസ്സിലാകുന്നവർ ദൈവത്തെ നല്ല സ്തോത്രം ചെയ്തവരാണ്. Tonight, whatever problem you are facing is not by just day or not by chance. God knows about that, and through that only God is going to lift you up with God. ഞാൻ എപ്പോഴും പറയാറുണ്ട്, I always say, ശത്രു നിന്നെ എത്ര ആഴമുള്ള കിണറ്റിലിട്ടാലും ആ കിണറ്റിൽ നിന്ന് നിന്നെ പൊക്കിയെടുക്കാനുള്ള കയർ സ്വർഗത്തിന്റെ കയ്യിലുണ്ട്. I always say that like whatever deep well somebody is putting you down or the devil is putting you down, my Lord has a rope which will go down to the well to lift you up from there. ഈ രാത്രിയിൽ വിശ്വാസ കണ്ണുകൾ ഉയർത്തി ഉയരത്തിലേക്ക് നോക്ക്. ഒരു കയർ നിന്റെ അടുക്കൽ ഇറങ്ങി വരുന്നുണ്ട്. അത് സ്വർഗത്തിൽ നിന്ന് വരുന്ന കയറാണ്. ഇന്ന് രാത്രി നിന്നെ ഉയർത്തിയെടുക്കാൻ കരുത്തുള്ള ഒരു കയർ നിന്റെ കരത്തിലേക്ക്, നിന്റെ കൂടാരത്തിലേക്ക്, സഭയുടെ അകത്തേക്ക് സ്വർഗം അയച്ചു കഴിഞ്ഞിരിക്കുകയെന്ന് ബോധ്യമുള്ളവർക്കായ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. Praise the Lord. Praise the Lord. Praise the Lord. Praise the Lord. Joseph, അവൻ അതുവഴി പൊത്തിഫറിന്റെ ഭവനത്തിലെത്തുകയാണ്. from there he reached to Potiphar's house. പൊത്തിഫറിന്റെ ഭവനത്തിലെത്തുമ്പോൾ അവൻ കാരാഗൃഹത്തിലാണ്. When he reached Potiphar's place, he was in the jail. എനിക്കൊത്തിരി സങ്കടം തോന്നി. I felt very bad. ഇന്നലകളിൽ നിലയങ്കി ധരിച്ചവൻ Those days we were putting good dress, ഇന്ന് നിലവാരമില്ലാത്ത അങ്കി ധരിച്ച് കാരാഗൃഹത്തിൽ കിടക്കുന്നു. and he's putting a uniform of a jailer. പക്ഷെ പരിശുദ്ധാത്മാവ് യോസഫിനെ നോക്കി പറയുന്നു, But Spirit of God is speaking to Joseph. ഇന്നലകളിൽ നിലയങ്കി ധരിച്ച നിന്നെ നിലവാരമില്ലാത്ത അങ്കി ധരിപ്പിക്കാൻ ശത്രുവിന് കഴിയും. പക്ഷെ നീ അധികകാലം നിലവാരമില്ലാത്ത അങ്കി ധരിക്കത്തില്ല. നിന്നെ തേടി ഒരു നേർമ്മയുള്ള വസ്ത്രം വരാൻ പോകുകയാണ്. Hallelujah. Tonight Lord is telling to you that like how far the devil is going to try to, the devil is going to put some dress for you, but very soon God is giving you a dress of a king in your life. ഈ 2013 സെപ്റ്റംബർ മാസത്തിൽ നിലവാരമില്ലാത്ത അങ്കി നിന്നെ ധരിപ്പിച്ച് ദേശത്തിൽ തലകുലിപ്പിക്കുവാൻ ശത്രു പദ്ധതി ഒരുക്കുമ്പോൾ ഇന്ന് രാത്രി അഭിഷേകമുള്ളവർ കണ്ണു തുറന്നു നോക്ക്. ഒരു നേർമ്മയുള്ള വസ്ത്രം നിന്റെ തലമുറയെ തേടി വരികയാ. ഒരു നേർമ്മയുള്ള വസ്ത്രം നിന്റെ സഭയെ തേടി വരികയാ. ഇതുവരെ ഇല്ലാത്ത മാന്യതകളുമായി, ഇതുവരെ ഇല്ലാത്ത ഉയർച്ചകളുമായി ഒരു നേർമ്മയുള്ള വസ്ത്രം സ്വർഗം നിനക്ക് വേണ്ടി ഇന്ന് രാത്രി ഒരുക്കി കഴിഞ്ഞിരിക്കുന്നു. The dress of truthfulness is always ready with Lord Jesus. Praise God. Praise God. യോസഫിനെ ദൈവം പൊത്തിഫറിന്റെ ഭവനത്തിലെ പ്രധാന വ്യക്തിയാക്കി തീർത്തു. And God made Joseph an important person in Potiphar's house. ഒരു ദിവസം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോൾ യോസഫിനോട് പൊത്തിഫർ പറഞ്ഞു, One morning when he was having breakfast, Potiphar told Joseph, ഇവൾ ഒഴികെ സകലത്തിനും ഞാൻ നിന്നെ അധികാരിയും വിചാരകനുമാക്കുന്നു. I'll give everything to you other than this. കൃപ പ്രാപിച്ച ഭക്തൻ മാനസിക മേഖലയിൽ കൂടെ പറഞ്ഞു കാണും, ഹേ പൊത്തിഫറേ, പാപം പണം വിരിച്ചാടുന്ന നിന്റെ കൊട്ടാരത്തിന്റെ വിചാരകത്വത്തെക്കാൾ സ്വർഗീയ മർമ്മങ്ങളുടെ മൃഗവിചാരകത്വം അവൻ എനിക്ക് തന്നിരിക്കുകയാണ്. Hallelujah. Joseph had told in his mind that, hey Potiphar, whatever money and other things that you have, that is better for me to be in God's house better than this place. സ്വർഗീയ മർമ്മങ്ങളുടെ മൃഗവിചാരകത്വം കിട്ടിയവൻ കസേരയുടെ പുറകെ പോകത്തില്ല. അവന് മുന്നിൽ സ്റ്റേജിൽ ഇരിക്കണ്ട, അവന് പാട്ട് പാടാൻ അവസരം വേണ്ട, അവനൊന്നും വേണ്ട. കാരണം ഇതിന്റെ ഒന്നും ആവശ്യം എനിക്കില്ല. സ്വർഗീയ മർമ്മങ്ങളുടെ ഗ്രഹവിചാരകത്വം ദൈവം എന്നവൻ പകർന്നിരിക്കുകയെന്ന് ഇന്ന് രാത്രി ആഴമായ ബോധ്യമുള്ളവർക്കായി ഞാൻ എന്റെ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. The wisdom of God which comes from heaven is something different. I'm like, God is going to give that wisdom to you. That's better than anything else of this world. സഹോദരന്മാർ അവനെ കൊന്നുകളയാൻ പദ്ധതി ഒരുക്കിയത്. His brothers wanted to kill him off. പക്ഷെ പദ്ധതി ഒരുക്കിയ ഗ്രൂപ്പിനകത്തു നിന്നൊരു രൂപയുടെ ഹൃദയത്തെ ദൈവം തിരിച്ചു. And those people who made a plan to kill Joseph, from there God changed the mind of Reuben. ഇന്ന് രാത്രി ദൈവാത്മ പറയുന്നു, നിനക്ക് വിരോധമായി പദ്ധതി ഒരുക്കുന്ന ശത്രുവിന്റെ ഗ്രൂപ്പിനകത്തു നിന്ന് നിനക്ക് അനുകൂലമായി ദൈവം എഴുന്നേൽപ്പിക്കാൻ പോകുകയാണ്. വിശ്വസിക്കുന്നവർക്കായി സ്വതന്ത്രം ചെയ്യുകയാണ്.
തന്ത്രങ്ങളും മന്ത്രങ്ങളും ഗൂഢമായി ഒരുക്കുന്ന ചില പദ്ധതികൾക്കകത്തുള്ളതിന് അനുകൂലമായി ചിലതിന് ഇന്ന് രാത്രി സ്വർഗം എഴുന്നേൽപ്പിക്കുന്നതോർത്ത് ഞാൻ എന്റെ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. For the same group, God is going to bring out a person to rescue out of the problem. ബൈബിൾ വായിക്കുമ്പോൾ രണ്ടു തരം കാറ്റുകൾ ബൈബിളിലുണ്ട്. ഒന്ന് ദൈവത്തിന്റെ കാറ്റ്, രണ്ട് സാത്താന്യ കാറ്റ്. When you read Bible, you will come across two kind of wind. One wind is from God and other is from Satan. ദൈവത്തിന്റെ കാറ്റിന്റെ പ്രത്യേകത മുന്നറിയിപ്പ് തരുന്ന കാറ്റാണ്. The importance of the wind which comes from God is to give you a warning in advance. തന്റെ ഭക്തന്മാരോട് പറയാതെ അവനൊന്നും ചെയ്യാറില്ല. And he will not do anything without telling it to the people of God. സാത്താന്റെ കാറ്റിന്റെ പ്രത്യേകത മുന്നറിയിപ്പില്ല. And the devil's wind is something that there is no warning for you. പെട്ടെന്ന് മരുഭൂമിയിൽ നിന്നൊരു കൊടുങ്കാറ്റ് ഇയ്യോബിന്റെ തലമുറകൾ പാർത്ത കൂടാരത്തിന്റെ മേൽ അടിച്ചു. All of a sudden a wind hit Job's house. പെട്ടെന്ന് അടിക്കുന്ന കാറ്റാണ് ശത്രുവിന്റെ കാറ്റ്. And all of a sudden whatever comes the form of wind is the wind from devil. വിചാരിക്കാത്ത നാഴികയിൽ നിലയ്ക്കാത്ത മേഖലയിൽ കൂടെ അന്യഭാഷ പറയാനും പ്രാർത്ഥിക്കാനും ആരുമില്ലാത്ത സമയത്തിൽ നിനക്ക് നേരെ രൂപപ്പെടുന്ന കാറ്റാണ് ശത്രുവിന്റെ കാറ്റ്. When you have nobody to speak at that point of time, whatever wind comes is the wind from devil. ഇന്ന് രാത്രി കൃപ പ്രാപിച്ചവൻ അധരങ്ങൾ തുറന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്ന രാത്രിയാകണം. ദൈവാത്മാവ് ഇന്ന് രാത്രി പറയുന്നു, നീ വിചാരിക്കാത്ത നാഴികയിൽ നിന്റെ സഭയ്ക്കും ശുശ്രൂഷകൾക്കും തലമുറകൾക്കുമെതിരെ ഈ പട്ടണത്തിൽ നിന്ന് ശത്രു ഉരുത്തിരിഞ്ഞെഴുന്നേൽപ്പിക്കുന്ന ചില പൈശാചിക കാറ്റുകളെ ഇന്ന് രാത്രി അഭിഷേകമുള്ളവൻ നിരോധിക്കുന്ന രാത്രിയായിത്തീരട്ടെ. കൃപ പ്രാപിച്ചവൻ അതിനെ ആത്മാവിൽ വെട്ടി ജയമെടുക്കട്ടെ. പെട്ടെന്നുള്ള ചില കാറ്റുകൾ, പെട്ടെന്നുള്ള ചില ദുരന്തങ്ങൾ, പെട്ടെന്നുള്ളതിന് അനർത്ഥങ്ങൾ, പെട്ടെന്നുള്ളതിന് അപകടങ്ങൾ ഇന്ന് രാത്രി ദൈവാത്മാവ് വെട്ടി പുറത്തു കളയുകയാൽ ഞാൻ എന്റെ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ഈ കാറ്റിനൊരു പ്രത്യേകതയുണ്ട്. This wind has something special. ഇതടിച്ചാൽ വീടിന്റെ 4 മൂലയ്ക്കും കൂടെ അടിക്കും. And if it will hit the 4 corner of the house. 3 മൂലയിൽ അടിച്ചുണ്ടായിരുന്നെങ്കിൽ ഒരു മൂലയിൽ കൂടെ രക്ഷപ്പെടാമായിരുന്നു. If it's only going to hit 3 portion of the house, then you could have escaped from the രക്ഷപ്പെടാൻ ഒരു സാധ്യതയും ഇല്ലാത്ത രീതിയിൽ അടിച്ചത്. And there's no way to escape that way the wind came. ഇന്ന് രാത്രി ദൈവാത്മാവോട് പറയുന്നു, രക്ഷപ്പെടാൻ ഒരു ചാൻസ് പോലും ഇല്ലാത്ത രീതിയിൽ പഴുതുകൾ അടച്ചു വീശി വരുന്ന ചില കാറ്റുകളുടെ മേൽ ഇന്ന് രാത്രി സഹജയമെടുത്ത് മടങ്ങി പോകാവൂ. എത്ര പേർ മനസ്സിലാകുമെന്ന് എനിക്കറിയത്തില്ല. പഴുതുകളില്ലാതെ സാധ്യതകളില്ലാതെ വീശിയെടുക്കുന്നതിന് കൊടുങ്കാറ്റുകളെ ഇന്ന് രാത്രി ദൈവാത്മാവ് നിരോധിക്കുന്ന രാത്രിയാകയാൽ ഞാൻ എന്റെ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ഈ ഒരു 7000 ആടുണ്ടായിരുന്നു. Job has many sheep and cows. 7000 ആടും 3000 ഒട്ടകവും. 7,000 goats and 3,000 camel. 500 കാള, 500 പെൺകഴുത. 500 cows and 500 പെൺകഴുതകൾ, female donkeys. ഈ 7000 ആടെന്ന് പറയുമ്പോൾ അന്നത്തെ കാലത്ത് 4000 ആടുണ്ടെങ്കിൽ ഒരുവൻ ദേശത്തിലെ പ്രമാണിയാണ്. At that point of time when you have 4,000 gods, you are known to be a rich person in the land, but he has got 7,000. 7000 ആടെന്ന് പറഞ്ഞാൽ പുള്ളി പ്രമാണിയൊന്നുമല്ല, പ്രമാണിമാരിൽ പ്രമാണിയാണ്. And when he has got 7,000 cows and goats and everything, he is much above a normal big person, rich person. ഒരു കാല് കഴുകുന്നത് വരെ വെണ്ണയ്ക്കകത്ത്. He washes his leg in the oil. ഈ 7000 ആടുള്ള ഈയോ ഒറ്റ സവായം കൊടുക്കില്ല. The 7,000 Job has never get away from any kind of worship. നാട്ടിലൊക്കെ ആണെങ്കിൽ ഒരു ചെറിയ ഒരു പൂഞ്ഞാർ ആടുണ്ടെങ്കിൽ എത്ര യഹോവയും കോട്ടയം മീറ്റിംഗ് മുടക്കുമെന്നറിയാമോ? And if in India you have got a small god or something, you will not come to the church. ഇപ്പൊ പിന്നെ ചില പുള്ളികൾ ഇട മീറ്റിങ്ങിനൊക്കെ പോകാൻ തുടങ്ങിയിട്ടുണ്ട്. And nowadays some people want to go to the mid meetings. തമ്പുരാനോടുള്ള ഭയം കൊണ്ടൊന്നുമല്ല. It's not because of the fear of God. ഈ തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന പാണ്ടിയുടെ നിന്ന് ബ്ലേഡിന് കാശ് എടുത്തിട്ടാവും ബുധനാഴ്ച പിരിക്കാൻ വരുമ്പോൾ കൊടുക്കാനില്ലാത്തൊരു വാതിൽ വെച്ച് യോത്രമൊക്കെ മറ്റു പരിപാടി. He does this because he has taken some loan from the people from Tamil Nadu, and at Wednesday when they come to collect that product, they want to go to the worship. അതുകൊണ്ട് പാണ്ടിക്ക് ബുദ്ധി വെച്ച് അവനിപ്പോ ഞായറാഴ്ച ഉച്ചയ്ക്ക് വരാൻ തുടങ്ങിയിട്ടുണ്ട്. And now he got something better. He used to come in the afternoon or Sunday afternoon. അപ്പൊ 7000 ആട് കുടുംബത്തിന്റെ സമൃദ്ധിയെ കാണിക്കുന്നു. This sheep is showing the gratefulness of that family and the home. 2
3000 ഒട്ടകം. 3,000 camel. ഒട്ടകത്തെ കണ്ടിട്ടുള്ള എത്ര ഉണ്ടെന്ന് എനിക്കറിയത്തില്ല. I don't know how many of you have seen the camel. കണ്ടിട്ടില്ലെങ്കിൽ സഭായോഗം കഴിയുമ്പോൾ ഏറ്റവും വലുത് നോക്കിയാൽ മതി. After the meeting, you can see left and right. You will see some camel. ഒട്ടകം നിൽക്കുന്നത് ഇവിടെ ആണെങ്കിലും തല മേരിമാമയുടെ വീട്ടിലായിരിക്കും. If the camel sits here, but his head will be outside the boundary in Mary's place. ഇവിടുന്ന് കൊണ്ട് ന്യൂസ് അവിടെ കൊടുക്കും, അവിടെ നിന്ന് ഇവിടെ കൊടുക്കും. ഇതായി പരിപാടി. And the camel's work is to get the news from here and give it to that place. ഫോണിനകത്തൂടെ കുറ്റം പറയുന്നതിനൊക്കെ സൂക്ഷിച്ചോണം. നിന്റെ എല്ലാം ഡയഫ്രം നിങ്ങൾ അടിച്ചു കളയും. Those who are speaking to the phone, be careful. Your diaphragm will be out. ഈ ഒട്ടകത്തിനെ കാണിക്കുന്നത് ഇവന്റെ വ്യവസായ മണ്ഡലത്തെ. കാരണം ഇവിടുന്ന് സാധനം കൊണ്ട് അവിടെ ഇറക്കാൻ, അവിടെ നിന്ന് ഇങ്ങോട്ട് ഇറക്കാനുള്ള സാധനമാണ് ഒട്ടകം. അപ്പം വ്യവസായമാണ് ഒട്ടകത്തെ കാണിക്കുന്നത്. The camel is shown with his work because he is used to take things from one place to another, and that's why he is been shown like that. പിന്നെ ഇയ്യോബിനുള്ളത് 500 കാളയും 500 പെൺകഴുതിയുമാണ്. And then Job has got 500 cow and 300 female donkeys. ഇത് ഇയ്യോബിന്റെ കാർഷിക മേഖലയെ കാണിക്കുന്നു. This shows the cultivation and agriculture of Job. ദൈവം ഇയ്യോബിനെ അനുഗ്രഹിച്ചത് ഈ 3 മണ്ഡലത്തിലാണ്. God has blessed Job in these 3 places. ഒന്നാമന്റെ കുടുംബത്തിന്റെ സമൃദ്ധി, One is richness of his home. രണ്ടാമന്റെ വ്യവസായം, Second is work. മൂന്നാമന്റെ കാർഷിക മേഖല. Third is agricultural land. ദൈവം അനുഗ്രഹിച്ച ഈ 3 മേഖലയ്ക്ക് നേരെ ശത്രു തന്ത്രം ഒരുക്കി വിടുകയാണ്. And God has blessed these 3 places, and devil is trying to send something to that ഈ place. രാത്രി ദൂതന് ഗൗരവതി കൊടുത്തോണം. Tonight also you should take this. ഇപ്പോഴത്തെ നിന്റെ സുഖസമൃദ്ധികൾ തകർത്ത് കളഞ്ഞ് നിന്റെ വ്യവസായത്തെ, സാമ്പത്തികത്തെ നശിപ്പിച്ച് നിന്റെ കാർഷിക മണ്ഡലങ്ങൾക്ക് നേരെ പദ്ധതികൾ ഒരുക്കുന്ന ചില ഇരുട്ടിന്റെ അധികാരങ്ങൾ ഇന്ന് രാത്രി ദൈവാത്മ വെളിപ്പാടിൽ കണ്ടുകൊണ്ട് പറയുന്നു, ഇന്ന് രാത്രി അതിനെ നീ വെട്ടി ജയപ്പെടുത്തി മതിയാകൂ. God is telling me tonight to take this prophecy very seriously, because some devil is making some plan. You should take cover of that and you should fight back in the name of Jesus. ഇത് 3 പോയി കഴിഞ്ഞപ്പോ അയ്യോ പറഞ്ഞു പോന്നെങ്കിൽ പോടാ, എനിക്ക് 10 പിള്ളേരുണ്ടെന്ന്. And when the devil did 3 things to these 3 things, Job told, I have got children. ഈ 10 പിള്ളേരെയൊക്കെ പുള്ളി എങ്ങനെ വളർത്തിയെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. I am thinking how he made these 10 people grow with him. ഒന്നിനെ വളർത്താൻ വിടുന്ന ആള് ഞാൻ കണ്ടോണ്ടിരിക്കുക. I am seeing how to make grow one person I know. പണ്ടൊരു ചെറുക്കനാണെങ്കിൽ സൺഡേ സ്കൂളിൽ പോകാൻ രാവിലെ എന്ത് ചെയ്താൽ അമ്മ വിളിച്ച് എഴുന്നേൽക്കുന്നില്ല. Earlier one guy was there who never wants to go to Sunday school. അമ്മ വന്നൊരു വലിയ ബെൽറ്റുമായിട്ട് വന്നിട്ട് ചെറുക്കണ്ട് പട്ടപടോന്ന് കാണിച്ച് ബെൽറ്റ് പൊട്ടിയെന്നല്ലാതെ ഇവനെ എഴുന്നേറ്റില്ല. And mother came and hit that person with a belt, but he never got up from the belt. അത് കഴിഞ്ഞപ്പം ചെറുക്കൻ പുതപ്പ് തലേന്ന് പൊക്കി മാറ്റിയിട്ട് അമ്മയോട് ചോദിക്കുക, സ്ത്രീയെ എന്റെ നാടിക്ക് ഇതുവരെ വന്നിട്ടില്ലെന്ന്. After getting the hit from his mother, he took out his quilt and he's looking at the mother and told her, like, my time has not yet come. അയ്യോ വിചാരിച്ചു 3 പോയാൽ പോട്ടെ, 3 മേഖല തകർന്നിട്ട് 10 തലമുറയുണ്ട്. ഒരെണ്ണം ബഹറിൽ പോയി, ഒന്ന് അമേരിക്കയിൽ പോയി, കാനഡയിൽ പോയി, 10 ശമ്പളവും അതിന് മരുമക്കളുടെ ശമ്പളവും കൂടെ വരുമ്പോൾ 7,000 ആടിന് പകരം ഞാൻ 14,000 വാങ്ങിക്കും. When he came to understand that, like, I got 10 children, one has gone to Canada, one has gone to Bahrain, one has gone to Australia, and with that money I will buy 14,000 cows. ചിന്തിച്ചുകൊണ്ടിരുന്നപ്പോൾ അടുത്ത സാധ്യതയായി അവന്റെ തലമുറയ്ക്ക് നേരെ കാറ്റടിച്ചു. And moment you're thinking that point of time, the devil has sent the wind to his children. ആർക്കെട്ടാ കാറ്റടിക്കുന്നതയോ? നിന്റെ അടുത്ത സാധ്യതയ്ക്കെട്ടാ കാറ്റടിക്കുന്നത്. And he's going to hit the wind to the next generation of years. ഇന്ന് രാത്രി ദൈവാത്മാവിനോട് നിന്റെ തലമുറയെ കൊണ്ട് നാളെ ഒരു സാധ്യതയുണ്ടെങ്കിൽ, നിന്റെ സഭയെ കൊണ്ട് നാളെ ഒരു സാധ്യതയുണ്ടെങ്കിൽ, നിന്റെ ആരോഗ്യമുണ്ടോ ശുശ്രൂഷകളുണ്ടോ നാളെ ഒരു സാധ്യതയുണ്ടെങ്കിൽ, നിന്റെ അടുത്ത സാധ്യതയ്ക്ക് നേരെ ശത്രു ഒരുക്കുന്ന ചില കൊടിയ കാറ്റുകൾ ഇന്ന് രാത്രി ദൈവാത്മ വെട്ടി പുറത്തു കളയാൻ പോവുകയാണ്. മനസ്സിലാക്കുന്നവർ ആ ദൈവത്തിന് ശക്തിയോടെ സ്തോത്രം ചെയ്യുക. ഈ ഭൂമിയുടെ ഉള്ളിൽ ഇന്ന് രാത്രി നീ വില കൊടുക്കാൻ തയ്യാറാകുക. നിന്റെ സാധ്യതയുള്ള തലമുറകൾക്ക് നേരെ, സാധ്യതയുള്ള ശുശ്രൂഷയ്ക്ക് നേരെ, സാധ്യതയുള്ള ദൈവസഭയ്ക്ക് നേരെ ശത്രു ഉയർത്തുന്ന കൊടുങ്കാറ്റുകൾ ഇന്ന് രാത്രി ദൈവാത്മാവ് വെട്ടി പുറത്തു കളയുകയാണ്. Praise the Lord. Jesus. Praise the Lord.
Hallelujah. കഴിഞ്ഞ 37 അധ്യായങ്ങൾ ശത്രുവിന്റെ കാറ്റ് അപകരിച്ചെങ്കിൽ 38-ാം അധ്യായത്തിന് ദൈവത്തിന്റെ ചുഴലിക്കാറ്റ് മടക്കി കൊടുക്കാൻ തയ്യാറായി. And till the verse 37, the devil's wind was more in aggressiveness, but from the next chapter, God sent a wind favoring Job. ദൈവം ഇയ്യോബിനെല്ലാം മടക്കി കൊടുത്തു. God gave back Job everything. മക്കള് 20 മക്കളുണ്ട്. 10 മുകളിൽ ചെന്നിട്ടുണ്ട്, 10 താഴെ വീണ്ടും കൊടുത്തപ്പോ 20 മക്കളായി. ആടുകൾ 14,000 കിട്ടി, ഒട്ടകം 6,000 കിട്ടി. ഉമ്മാണി വർദ്ധിപ്പിച്ചു കൊടുക്കാൻ തോന്നുന്നു പെണ്ണുമ്പിള്ള മാത്രമേ ഉള്ളൂ. God has given everything to him, but he has not given one thing. He has not multiplied his wife. ഒന്നിനെ കൊണ്ട് തന്നെ പുള്ളിക്ക് വയ്യായിരുന്നു. He was not happy with one itself. അവള് പറയുക കട്ടള വന്നപ്പോ എന്ന് വെച്ചാ സങ്കടപ്പെടേണ്ട, നമുക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് ആകാതെ പറയേണ്ടതിന് പോലെ ഇവള് പറയുക ഇയാൾ പോയി ചാകും, ഞാൻ പോയി ജീവിക്കട്ടെ. When Job has a problem, wife said, "You go and die, I will live." ദൈവത്തിന്റെ കാറ്റ് വീശാൻ തുടങ്ങിയാൽ നിനക്ക് ചിലത് മടക്കി കിട്ടും. If God's wind is going to come to you, it's going to bring forth something back to you. ഞാൻ ഇന്ന് രാത്രി ഇവിടുത്തെ പാർശ്വ സന്തോഷിപ്പിക്കാൻ പറയല്ല, കർത്താവിനോട് പറയുന്നു, ഈ ഉപവാസ പ്രാർത്ഥന മുതൽ ദൈവത്തിന്റെ കാറ്റ് വീശി തുടങ്ങാൻ പോകുന്നു. Amen. Hallelujah. God is telling me from this fasting prayer, God is going to send his wind for this church. ഇതുവരെ നീ വിതച്ചത് ശത്രു അപകരിച്ചു കൊണ്ടുപോയെങ്കിൽ ഇന്ന് രാത്രി മുതൽ ദൈവാത്മ പറയുന്നു, ഇന്നലകളിൽ നഷ്ടപ്പെട്ടതിന് എന്റെ ദൈവം നിനക്ക് മടക്കി തരാൻ പോലെയാ. മടക്കി തരുന്ന ദൈവത്തിന്റെ കാറ്റ്, പകരം വരുന്ന ദൈവത്തിന്റെ കാറ്റ് ഇന്ന് രാത്രി വീശി തുടങ്ങുന്നു. നഷ്ടപ്പെട്ട ഉയർച്ചകൾക്ക്, നഷ്ടപ്പെട്ട ആത്മാക്കൾക്ക്, നഷ്ടപ്പെട്ട ചാൻസുകൾ ദൈവാത്മാവിനൊക്കെ മടക്കി തരിക. God is going to bring forth whatever you have lost. In multiplication, He is going to do that for you. I'm going to say prophecy to you. തമ്പുരാൻ ഇയ്യോബിനോട് ചോദിച്ചടാ കുഞ്ഞെ, അറിവ് കൂടാതെ ആലോചനയെ ഇരുളാക്കി മാറ്റിയവനാർ. He asked Job that who has done something. എന്താ അർത്ഥം അറിയാമോ? നിന്റെ തലമുറകളെ മാത്രമല്ല, നിന്നെയും പെട്ടിയിലാക്കാൻ ശത്രു കഴിഞ്ഞ 38 അധ്യായത്തിൽ പോരാടി. പക്ഷേ നീ അറിഞ്ഞില്ല, അവന്റെ ആലോചനയെ ഞാൻ ഇരുളാക്കി മാറ്റിയ ദൈവമാണ്. Hallelujah. You never knew that like he was trying to give you also, but the Lord has changed it completely. ദൈവത്തിന്റെ കാറ്റ് വീശി തുടങ്ങിയ നിന്റെ ശുശ്രൂഷയ്ക്ക് നേരെ ഒരുത്തരും കൂടാനോ ഒരുക്കത്തില്ല. If God's will come to your place, then the wind will build you up. ഒരു കൂടാരം പൊളിഞ്ഞു വീഴുന്നത് പോലെ ഇന്ന് രാത്രിയിൽ ചില ഗൂഢാലോചനകൾ നിന്റെ ആയുസ്സിന് വിരോധമായും നിന്റെ ശുശ്രൂഷയ്ക്ക് വിരോധമായി ശത്രു ഒരുക്കിയ ആലോചനകൾ, ആലോചന ഒരുക്കിയവൻ പോലും അറിയാതെ സ്വർഗം അതിനെ പൊളിച്ചു കളയാൻ പോകുകയാണ്. ദൈവത്തിന്റെ സ്തോത്രം ചെയ്തു. ദൈവത്തിന്റെ കാറ്റ് വീശി തുടങ്ങുന്നു, ദൈവത്തിന്റെ കാറ്റ് വീശി തുടങ്ങുന്നു, ദൈവത്തിന്റെ കാറ്റ് വീശി തുടങ്ങുന്നു. ചില ആലോചനകളെ പൊളിക്കുന്ന, ചില ഗൂഢ ആലോചനകളെ പൊളിക്കുന്ന, ചില തന്ത്രങ്ങളെ തകർക്കുന്ന ദൈവത്തിന്റെ കാറ്റ് വീശി തുടങ്ങുകയാണ്. ഈ രാത്രി ദൈവത്തിന്റെ സ്തോത്രം ചെയ്യുക. യോസഫിനെ സഹോദരന്മാർ കൊല്ലുവാൻ നോക്കിയപ്പോൾ ദൈവം രൂപേനെ അവൻ അനുകൂലമായി ഏൽപ്പിച്ചു. When his brother wanted to kill Joseph, Reuben was in fear of Joseph. ഈ യാക്കോബ് ഒരു മണ്ടച്ചാനായിരുന്നു. Jacob was a foolish man. യുവമാർ ഈ മൃഗത്തെ കൊന്ന് ഇവന്റെ ഉടുപ്പ് രക്തത്തിൽ മുക്കിക്കൊണ്ട് അപ്പന്റെ കൊടുത്തിട്ട് അപ്പൻ അത് ഷോക്കേസ് വെച്ചിട്ട് എന്നും രാവിലെ എഴുന്നേറ്റ് കരയുക. And they dipped his cloth with the blood and gave it to his father, and every day morning fathers would get up and look at a showcase and he used to cry. കാര്യം അവൻ ഉടുപ്പ്, യോസഫിന്റെ ഉടുപ്പ് കീറിയിട്ടല്ല എടുത്തത്. യോസഫിന്റെ ഉടുപ്പ് കാര്യം ഈ ഉടുപ്പ് പണ്ടേ നോട്ടമുണ്ട്. കാര്യം അപ്പൻ വാങ്ങിച്ചു കൊടുത്തപ്പോൾ മുതലേ ഞുറഞ്ഞെടുപ്പുണ്ട്. From the time the father got that cloth for him, from then his brothers had a problem. യുവമാരി ഉടുപ്പ് ഊരിയെടുത്ത് മൃഗത്തെ കൊന്ന് രക്തത്തിൽ മുക്കിയിട്ടുണ്ട് അപ്പനെ കൊടുത്തു. And they have taken the cloth out and they have dipped it in the blood and given it back to his father. അപ്പൻ അല്പം പോലും വിവരമില്ലായിരുന്നു. And father was a big foolish person. ബുദ്ധിയുള്ള അപ്പനായിരുന്നെങ്കിൽ ഉടുപ്പ് നോർത്ത് നോക്കിയേനെ. And if he was a clever father, he would have opened the shirt and looked at for. കാരണം ഉടുപ്പ് ഊരി എടുത്തിട്ട് കൊല്ലുന്ന ഏതെങ്കിലും മൃഗമുണ്ടോ? Please understand that like nobody will remove the shirt and kill anybody. എന്ന് പറഞ്ഞാല് യാക്കോബിന് അമളി മനസ്സിലായില്ല. And Jacob couldn't understand what the plans were. പക്ഷെ ഒരു കാര്യം എനിക്ക് മനസ്സിലായി. 45-ാം അധ്യായം വന്നപ്പോൾ
മകൻ മരിച്ചെന്ന് ആര് പറഞ്ഞു? അവൻ തന്നെ വന്ന് പറഞ്ഞു, നിന്റെ മകൻ ജീവനോടിരിക്കുന്നു. Hallelujah. I understood one thing. I mean, the 45th chapter.